ചിത്രരചന തുടങ്ങുന്ന കാലത്ത് തന്നെ നമുക്ക് മനുഷ്യ ശരീരം വരയ്ക്കണമെന്നുള്ളൊരു താല്പര്യവും വ്യാമോഹവും ഒക്കെ ആയിട്ട് നമ്മളങ്ങോട്ട് ഒരു തുടക്കം തുടങ്ങും. പക്ഷേ പലപ്പോഴും നമുക്ക് വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് തുടക്കത്തിൽ കിട്ടത്തില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങളറിയാം, പക്ഷേ അത് കൃത്യമായിട്ട് വരച്ച് അങ്ങ് ഇതാക്കി മാറ്റാൻ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് വരാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാകും. അതിന് കാരണം മറ്റൊന്നുമല്ല, ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ അതിൻ്റെ ഒരു ഗ്രാമർ ഉണ്ടല്ലോ. ഇപ്പോൾ ഏത് കാര്യം കളറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഗ്രാമറൊക്കെ പഠിച്ചതിന് ശേഷം അത് ചെയ്യുന്ന സമയത്ത് ആ റിസൾട്ട് വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ശരീരശാസ്ത്രം, മനുഷ്യൻ്റെ ശരീരശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലുള്ള ഗ്രാമറുകൾ അതിനകത്തുണ്ട്. അതിനെയാണ് നമ്മൾ ഇതുപോലുള്ള അനട്ടമി സ്കെച്ചുകൾ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ സ്കെച്ചുകളൊക്കെ ഒരു പൂർണ്ണ രൂപമല്ല, പക്ഷേ ഇത് അത്യാവശ്യത്തിൻ്റെ ആക്ഷൻ എടുക്കാനായിട്ട് ഈ കാണുന്ന രൂപങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ആക്ഷൻസൊക്കെ എടുക്കാനായിട്ട് ഇത്തരം രൂപങ്ങൾ വളരെ സഹായിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനും ആക്ഷനും ഒക്കെ നമ്മൾക്ക് എപ്പോഴും ഒരു ചിത്രത്തിൽ വളരെ അനിവാര്യമായിട്ട് വരുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഈ ചിത്രങ്ങൾ നമുക്ക് ആക്ഷനെ സഹായിക്കും. കാരണം നമുക്ക് പ്രാരംഭത്തിൽ തന്നെ ആക്ഷനെ കുറിച്ചുള്ളൊരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള ചിത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത് പൂർണ്ണരൂപം അല്ലെങ്കിൽ പോലും നമ്മളിതുപോലെ വരച്ച് ആക്ഷൻസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് വരച്ച് ഒപ്പിക്കാനായിട്ട് സാധിക്കും. കാലുകൾ തമ്മിലുള്ള ദൈർഘ്യ വ്യത്യാസം, ദൂര വ്യത്യാസം, പിന്നെ കാലിൻ്റെ ടോട്ടലുള്ള ദൂരത്തിൻ്റെ വ്യത്യാസം, കൈയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ്റെ വ്യത്യാസം, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ആയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഓരോ ചിത്രങ്ങളും ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ആക്ഷൻസും ഇതുപോലുള്ള ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം നേരിട്ട് ആക്ഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങളിലും തെറ്റുകളൊക്കെ പോയി ഒരുപാട് വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട്. അപ്പോൾ ഇത് കുറേയൊക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം നമുക്ക് ശുപാർശ ചെയ്യാനും നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്താനും കൊള്ളാവുന്ന ഒരു കാര്യമാണ്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം പറയുന്നു. ബൈ ആൻഡ് ഹാവ് എ നൈസ് ഡേ.